ഹായ്, ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആട്ടോ ചെയ്യുന്നത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഒരു ക്ലീനിങ് വീഡിയോ ഇടാനായിട്ട്. ക്ലീനിങ് വീഡിയോ ആണ്. എനിക്ക് വീഡിയോ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുൾ ടൈം ക്ലീനിങ് തന്നെയാണ്. കാരണം ഇത്രയും സ്ഥലം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി തന്നെയാണ് കേട്ടോ. ഈ ലോൺ വെച്ചേക്കുന്ന സ്ഥലത്തൊക്കെ ഒരു പേരമരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിറച്ചും ഇലയായിരിക്കും എപ്പോഴും വീഴുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്തുകൊണ്ട് ഇല കൊഴിച്ചിട്ട് ഭയങ്കര കുറവാണ്. ഡിസംബറൊക്കെ മാസത്തിൽ ഇവിടെ നല്ല ഇല വീഴലായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പണിയാണ് ഇത് അടിച്ചു വാരി ക്ലീൻ ചെയ്യൽ, ഒരു നല്ല പണിയാണ്. അതേപോലെ 2-3 മരങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെയും ഇലകൾ അടിച്ചു വാരൽ ഒരു നല്ല പണിയാണ്. ഇപ്പോൾ നമ്മൾ പുല്ലൊക്കെ വെട്ടി അത് നല്ല ഭംഗിയായിട്ട്, ഹിന്ദിക്കാരായിട്ടോ പുല്ലൊക്കെ വെട്ടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നല്ല ഭംഗിയായിട്ട് ആ ലോണൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഈ ഒരു ക്ലീനിങ് തന്നെയാണ് കേട്ടോ. ക്ലീനിങ് എന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഇലകൾ അടിച്ചു വാരി കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താലും ചെറുതായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്നും ചെയ്യണ ഒരു ജോലി തന്നെയാണ്. അതിന് നമുക്കൊരു അവസാനമില്ല, എപ്പോഴും ക്ലീനിങ് തന്നെയാണ്. അതേപോലെ ഈ ഒരു പേരമരം കണ്ടോ, അതുമേണെങ്കിൽ നിറച്ചും ഇങ്ങനെ പേരൊക്കെയുണ്ട്. പക്ഷേ അത് കേടായിട്ടപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. ഒക്കെ കുറേ കിളികളൊക്കെ കൊത്തി കൊണ്ടുപോകും. അതേപോലെ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊത്തി താഴെ വീഴും. അതിലൊരു കറുത്ത ഒരു സാധനം ഇങ്ങനെ വരും. അതുകൊണ്ട് അത് അത്ര നല്ലതല്ല, കഴിക്കാൻ പറ്റില്ല. ചിലത് നല്ലതായിട്ട് വരും, അത് നമ്മൾ പറിച്ചെടുത്ത് കഴിക്കും. അല്ലാത്ത കിളികളൊക്കെ കൊത്തി കുറേയൊക്കെ താഴെ വീഴും. അപ്പോൾ അത് പറക്കിക്കളയിലും അതേപോലെ ഇവിടുത്തെ ഇലകൾ അടിച്ച് കളയിലൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടാസ്ക്. നമ്മളിപ്പോൾ എന്ത് ഗാർഡനിങ് പരിപാടിയാണെങ്കിലും അതിൽ മെയിനായിട്ടുള്ളൊരു പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് തന്നെയാണ് കേട്ടോ. കഷ്ടപ്പെടാനായിട്ട് എപ്പോഴും നമ്മൾ തയ്യാറാവണം. ഈ ഭംഗിയായിട്ടൊക്കെ എല്ലാം നിലനിൽക്കണമെങ്കിൽ നല്ല ക്ലീനിങ് അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ക്ലീനിങ്ങിന് ആളൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്. കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം എല്ലാം ഞാൻ തന്നെയാണ്. വീഡിയോ എടുക്കലും അതേപോലെ അടിച്ചുവാരലും എല്ലാം ഞാൻ തന്നെയാട്ടോ ചെയ്യണം. അപ്പോൾ ഇതൊരുവിധം ഇവിടത്തേക്ക് അടിച്ചു വാരിയിട്ടു. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് വാരിക്കളയാം. ഇന്നിപ്പോൾ വളരെ കുറച്ച് ഇലകളുള്ളൂ കേട്ടോ. ഈ പേരയുടെ ഇലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കണ്ട, ഈ പേരയുമ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെറുതെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അത്ര നല്ല ചട്ടികളൊന്നുമല്ല, എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ചട്ടിയൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പേര നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയാൻ തോന്നാറില്ല. ആ ഒരു ലോണിൻ്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ആ ഒരു പേരമര കേട്ടോ. നമ്മൾ വീട് വാങ്ങിച്ച സമയത്ത് തന്നെ, അല്ല വീടിന് വേണ്ടി സ്ഥലം വാങ്ങിച്ച സമയത്ത് തന്നെ ആ പേരമര അവിടെ ഉള്ളതാണ്. പക്ഷെ നമ്മളത് ഇതുവരെയും വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ചില്ലകളൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞൊന്നുമില്ലാതെ മരം നമ്മളത് തൊട്ടിട്ടില്ല. നല്ല ഭംഗിയിലാട്ടോ അത് നിൽക്കണേ. ഒരു റംബൂട്ടാനുണ്ട്, അതുമേന്ന് നിറച്ച് ഇലകൾ വീഴും. അതും അടിച്ചുകളയിൽ ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ ഈ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ഇലകൾ നിറച്ചും വീണ് കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇലകളൊക്കെ അടിച്ചു വാരി കളയിലൊക്കെ കേട്ടോ. ഇത് നമ്മളന്ന് 10 മണി ചെടികളൊക്കെ കുറേ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തേ കണ്ടാൽ നിറച്ചും ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇന്ന് അടിച്ചുവാരൽ തന്നെയാണ് കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ള പണി. ഇതൊക്കെ നല്ല ഭംഗിയിൽ നമ്മൾ ടയറിൻ്റെ ഉള്ളിൽ വെച്ച 10 മണി ചെടിയിൽ അതൊക്കെ ആട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലും ഒരു റംബൂട്ടാൻ മരമുണ്ട്, അവിടെ നമുക്ക് അടിച്ചുവാരി കളയണം. ഇന്ന് പൊതുവേ ഇലകളൊക്കെ കുറവാട്ടോ. വല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇലകളായിരിക്കും ഇഷ്ടം പോലെ. അപ്പോൾ ദേവു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ വീഡിയോ പിടിച്ചിട്ട് ഫോണൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പറയാം. ഗൈസ്, അമ്മ ഇവിടെ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മ ഇവിടെ വൈകുന്നേരത്തെ പണിയിലാണ് ഗൈസ്. സാധാരണ ഞാനാണ് പണിയൊക്കെ ചെയ്യാറ്, പക്ഷെ എനിക്ക് എക്സാം ആയതുകൊണ്ട് അമ്മ ഈ പ്രാവശ്യം ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് ഈ ഒരു ബക്കറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വാഴയുടെ കടക്കേക്ക് ഇടും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പണിയെന്ന് വെച്ചാൽ മൊത്തം ക്ലീനിങ് ആയിരുന്നു കേട്ടോ, ഈ ക്ലീനിങ് പരിപാടി. അപ്പോൾ ഇന്നത്തെ ഒരു ഏകദേശം തീർന്നു. പിന്നെ ഇത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ മരങ്ങൾ, ബാക്ക് വശത്തേക്ക് അധികം മരങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഫ്രണ്ടിലാണ് മൊത്തം അടിച്ചുവാരലും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ പോർഷനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.